നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഏപ്രിൽ മാസം 11-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, രാജ്യത്തെ ദേശീയപാതകളിലും എക്സ്പ്രസ് വേകളിലുമൊക്കെ തന്നെ ടോൾ നൽകാൻ ഇനി പണം നേരിട്ട് സ്വീകരിക്കില്ല. 100% ഡിജിറ്റൽ ടോൾ ശേഖരണം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഏപ്രിൽ 10-ാം തീയതി മുതൽ പണമിടപാടുകൾ പൂർണ്ണമായിട്ടും നിർത്തലാക്കിയതായിട്ട് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം അറിയിച്ചു. ടോൾ പ്ലാസകളിലെ തിരക്ക് കുറയ്ക്കാനും അതോടൊപ്പം തന്നെ യാത്രാസമയം ലാഭിക്കാനും ലക്ഷ്യമിട്ടാണ് ഈ ഒരു നീക്കം. പുതിയ നിയമപ്രകാരം എല്ലാ ടോൾ ഇടപാടുകളും ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ മാത്രമേ നടത്താനായിട്ട് സാധിക്കൂ. പ്രധാനമായിട്ടും ഫാസ്ടാഗ് വഴിയായിരിക്കണം പണം അടയ്ക്കേണ്ടത്. ഫാസ്ടാഗ് ഇല്ലാത്തവർക്ക് UPI വഴിയോ മറ്റ് ഡിജിറ്റൽ മോഡുകൾ വഴിയോ പണം അടയ്ക്കാം. എന്നാൽ സാധാരണ ടോൾ നിരക്കിൻ്റെ 1.25 മടങ്ങ് തുക ഇവർ നൽകേണ്ടി വരും. ഡിജിറ്റലായിട്ട് പണമടയ്ക്കുന്നതിൽ പരാജയപ്പെടുന്ന വാഹനങ്ങൾ ടോൾ പാതയിൽ നിന്ന് നീക്കം ചെയ്യാനോ പ്രവേശനം നിഷേധിക്കാനോ അധികൃതർക്ക് അധികാരമുണ്ടാകും. വ്യക്തികൾക്കല്ല, മറിച്ച് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന അംഗീകൃത വാഹനങ്ങൾക്ക് മാത്രമായിരിക്കും ഇനി ഇളവുണ്ടാവുക. ഇതിനായിട്ട് പ്രത്യേക എക്സംപ്റ്റഡ് ഫാസ്ടാഗ് നിർബന്ധമായിട്ടും വാങ്ങിയിരിക്കണം. തിരിച്ചറിയൽ രേഖകൾ നേരിട്ട് പരിശോധിച്ച് സമയം കളയുന്ന രീതി ഇതോടെ അവസാനിക്കുന്നതാണ്. ദേശീയപാതകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്കായിട്ട് വാർഷിക പാസുകളും അവതരിപ്പിച്ചിട്ടുണ്ട്. വർഷത്തേക്ക് 3075 രൂപയാണ് പാസ് നിരക്ക്. സ്വകാര്യ കാറുകൾക്ക് ഒരു വർഷത്തിനുള്ളിൽ 200 തവണ വരെ ടോൾ പ്ലാസകൾ കടന്നു പോകാനായിട്ട് ഈ പാസ് ഉപയോഗിക്കാം. സ്ഥിരം സൈബർ തട്ടിപ്പുകൾ തടയാനായിട്ട് പുതിയ നീക്കവുമായിട്ട് എത്തിയിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 10,000 രൂപയ്ക്ക് മുകളിലുള്ള ഓൺലൈൻ പണമിടപാടുകൾക്ക് 1 മണിക്കൂർ വെയിറ്റിംഗ് ടൈം ഏർപ്പെടുത്തുന്നത് അടക്കമുള്ള മാറ്റങ്ങളാണ് RBI പരിഗണിക്കുന്നത്. പുതിയ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന് മുന്നോടിയായിട്ട് മെയ് 8 വരെ പൊതുജനാഭിപ്രായം തേടുമെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചിട്ടുണ്ട്. ലഭിക്കുന്ന പ്രതികരണങ്ങളൊക്കെ തന്നെ പരിശോധിച്ച ശേഷം മാത്രമേ റിസർവ് ബാങ്ക് ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ തന്നെ പുറത്തിറക്കുകയുള്ളൂ. രാജ്യത്തുടനീളം ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ തട്ടിപ്പുകൾ കുറയ്ക്കുന്നതിൻ്റെയൊക്കെ തന്നെ ഭാഗമായിട്ടാണ് ഈ ഒരു നീക്കം. 10,000-ന് മുകളിലുള്ള ട്രാൻസാക്ഷനുകൾക്കായിരിക്കും കൂളിംഗ് ഓഫ് പീരീഡ് ഏർപ്പെടുത്തുക. ഇതുവഴി നിശ്ചിത സമയത്തിനുള്ളിൽ ഉപയോക്താവിന് പണമിടപാട് റദ്ദ് ചെയ്യാനുള്ള അവസരമുണ്ടാകും. പണം അയച്ചു കഴിഞ്ഞാലും 1 മണിക്കൂർ കഴിഞ്ഞേ അത് സ്വീകർത്താവിലേക്ക് എത്തുകയുള്ളൂ എന്ന ചുരുക്കം. ഈ സമയത്തിനുള്ളിൽ താൻ ഉദ്ദേശിച്ച വ്യക്തിക്ക് തന്നെയാണ് പണം ലഭിക്കുന്നതെന്ന് സ്ഥിരീകരിക്കാനായിട്ട് ഉപയോക്താവിന് സാധിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നമ്മുടെ സംസ്ഥാനത്ത് വിവിധ സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ അപേക്ഷകരായിട്ടുള്ള വിദ്യാർത്ഥികൾ തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ അല്ലെങ്കിൽ ഇതിപ്പോൾ ജോയിൻ്റ് അക്കൗണ്ടുകളൊക്കെ ആണെങ്കിൽ പോലും അത് നിലവിൽ ആക്റ്റീവ് ആണെന്ന് കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പലപ്പോഴും സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് മാത്രം തുടങ്ങിയ ചില അക്കൗണ്ടുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കാത്തത് മൂലമൊക്കെ തന്നെ ഡോർമെൻ്റ്, അതായത് നിർജ്ജീവമായി പോയിട്ടുള്ള അക്കൗണ്ടുകളായി മാറിയിട്ടുണ്ട്. ഇത്തരം അക്കൗണ്ടുകളൊക്കെ തന്നെ വീണ്ടും പ്രവർത്തന സജ്ജമാക്കാനായിട്ട് ബാങ്കുകളിൽ എത്തിക്കൊണ്ട് KYC നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കിക്കൊണ്ട് ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആക്കേണ്ടതാണ്. സ്കോളർഷിപ്പ് തുക തടസ്സമില്ലാതെ അക്കൗണ്ടിലേക്ക് എത്തുന്നതിനായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് സ്റ്റാറ്റസ് കൃത്യമായി ഇപ്പോൾ തന്നെ എല്ലാവരും പരിശോധിക്കേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട SMS അലേർട്ടുകൾ കൃത്യമായിട്ട് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ ശ്രദ്ധിക്കുകയോ ബാങ്കുമായി നേരിട്ട് ബന്ധപ്പെടുകയോ ചെയ്യേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഏപ്രിൽ മാസത്തിലെ ധനസഹായം അത് ഉടൻ തന്നെ വിതരണം ചെയ്യുന്നതാണ്. പ്രത്യേകിച്ചും ഈ വരുന്ന ഏപ്രിൽ 15-ാം തീയതിയോടെയൊക്കെ ആയിരിക്കും തുക എത്തിത്തുടങ്ങുകയെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. തുടർന്ന് വരുന്ന മാസങ്ങളിലും തടസ്സങ്ങളൊന്നുമില്ലാതെ ഈ ഗഡുക്കൾ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതാണ്. BPL റേഷൻ കാർഡ് ഉള്ളവരും 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരുമായിട്ടുള്ള അർഹരായിട്ടുള്ള എല്ലാ വീട്ടമ്മമാർക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ മറ്റു പെൻഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർക്കോ അല്ലെങ്കിൽ സർക്കാർ, അർദ്ധ സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്ഥിരമോ താൽക്കാലികമോ ആയിട്ടുള്ള കരാർ ജോലിയുള്ളവർക്കോ ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കില്ല. നിലവിൽ സമർപ്പിക്കപ്പെട്ട 18 ലക്ഷത്തോളം അപേക്ഷകളിൽ 81,000-ഓളം അപേക്ഷകൾ വിവിധ കാരണങ്ങളാൽ തന്നെ മടങ്ങിയതായിട്ട് വെബ്സൈറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനാൽ തന്നെ അപേക്ഷ നൽകിയവർ തങ്ങളുടെ അപേക്ഷയുടെയൊക്കെ തന്നെ സ്റ്റാറ്റസ് അത് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. അപേക്ഷ അപ്രൂവ് ആയിട്ടില്ലെങ്കിൽ മടങ്ങിയതിൻ്റെ കാരണം അത് കൃത്യമായി മനസ്സിലാക്കി ആവശ്യമായ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് എത്രയും വേഗം തന്നെ അത് വീണ്ടും സമർപ്പിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം മറ്റുള്ളവർക്ക് തുക ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി വോട്ടെണ്ണലിനായിട്ട് എല്ലാവരും കാത്തിരിക്കുന്ന ഈ വേളയിൽ മെയ് 4-ന് ശേഷം വരാനിരിക്കുന്ന പുതിയ സർക്കാരിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സജീവമാണ്.
LDF തുടർന്നാലും UDF വന്നാലും ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും എന്നത് പ്രധാന വാഗ്ദാനമാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ തന്നെ ഇതിനെ ചൊല്ലി വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളൊക്കെ തന്നെ നടന്നിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയാക്കിയാണ് അധികാരം ഒഴിഞ്ഞതെന്നും അത് നൽകിയത് തങ്ങളാണെന്നുമാണ് LDF അവകാശപ്പെടുന്നത്. അത്തരത്തിൽ അവകാശപ്പെടുമ്പോൾ UDF അധികാരത്തിൽ വന്നാൽ പെൻഷൻ നിർത്തലാക്കുമെന്ന പ്രചരണവും നടക്കുന്നുണ്ട്. എന്നാൽ അന്നത്തെ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ ഇന്നത്തെ പോലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ഇത്തരത്തിൽ പണം നൽകുന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം അത് നിലവിലില്ലായിരുന്നുവെന്നും മണി ഓർഡർ വഴി 4-5 മാസം കൂടുമ്പോൾ തുക നൽകുന്ന രീതിയാണ് VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലം മുതൽ പിന്തുടർന്നിരുന്നതെന്നും നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ കൂടുതൽ ആളുകൾക്ക് പെൻഷൻ വിതരണം ചെയ്തത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണെന്ന് പറയാൻ സാധിക്കും. അന്ന് 600 രൂപ അടിസ്ഥാന പെൻഷൻ നൽകുമ്പോൾ തന്നെ 80 വയസ്സ് കഴിഞ്ഞവർക്ക് 1100 രൂപ നൽകിയിരുന്നു. കൂടാതെ ഒരാൾക്ക് തന്നെ വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, അതോടൊപ്പം തന്നെ വാർദ്ധക്യകാല പെൻഷൻ എന്നിങ്ങനെ 3 പെൻഷനുകൾ വരെ ഒരുമിച്ച് ലഭിക്കാനുള്ള അർഹതയും അന്നുണ്ടായിരുന്നു. എന്നാൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ് ഈ ആനുകൂല്യങ്ങളൊക്കെ തന്നെ ഏകീകരിച്ചത്. അതായത് പെൻഷൻ 1600 രൂപയാക്കിയതും എല്ലാ മാസവും കൃത്യമായിട്ട് വിതരണം ചെയ്യാനായിട്ട് തുടങ്ങിയതും ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്താണ്. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്താകട്ടെ സാമ്പത്തിക പ്രതിസന്ധി മൂലം 5 മാസം വരെ പെൻഷൻ മുടങ്ങുകയും കുടിശ്ശിക വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പെട്രോളിനും മദ്യത്തിനുമൊക്കെ തന്നെ സെസ് ഏർപ്പെടുത്തിയിട്ടും കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഉൾപ്പെടെയുള്ളവയൊക്കെ തന്നെ ഇപ്പോഴും കുടിശ്ശികയായി തന്നെ തുടരുകയും ചെയ്യുന്ന സാഹചര്യമാണ്. 10 വർഷം മുൻപത്തെ 600 രൂപയ്ക്ക് അന്ന് ലഭിച്ചിരുന്ന സാധനങ്ങൾ ഇന്ന് 2000 രൂപ കൊടുത്താൽ പോലും ലഭിക്കില്ല എന്നതാണ് മറ്റൊരു വസ്തുത. അതിനുള്ള പ്രധാന കാരണം പണപ്പെരുപ്പം തന്നെയാണ്. അരിവിലയും പെട്രോൾ വിലയും കുതിച്ചുയർന്ന സാഹചര്യത്തിൽ 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തുക വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. UDF വന്നാൽ പെൻഷൻ മുടങ്ങുമെന്ന് ചിലർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഏത് സർക്കാർ വന്നാലും നിലവിലെ പെൻഷനും സ്ത്രീ സുരക്ഷാ പെൻഷനുമൊക്കെ തന്നെ മുടങ്ങാതെ മുന്നോട്ട് പോകാനാണ് സാധ്യത. നിലവിലെ പെൻഷൻ തുക വർദ്ധിപ്പിച്ച 3000 രൂപയിലേക്ക് എത്തിക്കുമെന്ന് 2 മുന്നണികളും ഉറപ്പു നൽകിയിട്ടുണ്ട്. അത് എപ്പോൾ എങ്ങനെ നടപ്പിലാക്കുമെന്ന് നമുക്ക് പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നതോടെ മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. വെള്ളിയാഴ്ച ഏപ്രിൽ 10 22കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് 75 രൂപ കൂടി 14,025 രൂപയും. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.